ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് പതിവ് പോലെ നമ്മൾ ഹോളി ആഘോഷിക്കാൻ പോവാണ്. അത് നമ്മൾ മാത്രമല്ല, വീട്ടുകാരുടെ എല്ലാരും കൂടെ ഉണ്ട് ഗൈസ്. ഓണാക്കിയാലോ നമുക്ക്? ഇവർക്കൊന്നും അറിയത്തില്ല. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഹോളി ആഘോഷിക്കുക. എല്ലാരും അതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് കഴിച്ചു. സാധാരണ നമ്മൾ വെള്ള ഇട്ടിട്ടൊക്കെയാണ് ഹോളി ആഘോഷിക്കേണ്ടത്. കൂട്ടത്തിൽ ഒരാളെ കഴിഞ്ഞ വർഷത്തിന്റെ ഹോളി ഡ്രസ്സാണ്. ഹോളി ആഘോഷിക്കുമ്പോ എങ്ങനെയൊക്കെയാണ് വരാൻ, അല്ലാതെ ഇങ്ങനെയല്ല വരേണ്ടത്. പശു ഹോളി ആഘോഷിച്ച് കഴിഞ്ഞു. ആഘോഷിക്കുന്നത് ഫസ്റ്റ് നമ്മൾ എങ്ങനെ ആഘോഷിക്കണം? മധുരത്തിൽ നിന്ന് ആഘോഷിക്കണം. ദീപാവലി ആയാലും ഹോളി ആയാലും ക്രിസ്മസ് ആയാലും നമ്മൾ മധുരത്തിൽ നിന്ന് തുടങ്ങും ഗൈസ്. തുടങ്ങിയാലോ? നാളെ അപ്പൊ ഡെപ്യൂട്ടി എക്സാം ഹോളിൽ കളർഫുൾ ആയിട്ട് പോകുമ്പോ പിള്ളേരെല്ലാം ഹോളി സെലിബ്രേറ്റ് ചെയ്യും. നീ ട്യൂബ്ലൈറ്റ് അല്ലേ? അപ്പൊ നമ്മള് നോർമൽ ഹോളി ആഘോഷിക്കുന്ന പോലെയല്ല ഇത്തവണ ഹോളി ആഘോഷിക്കാൻ പോണത്. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഗൈസ്. ഒരു ഗെയിം പോലെയാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ 2 ടീമായിട്ട് 2 ലൈനിൽ ഇങ്ങനെ നിൽക്കും ഗൈസ്. എന്നിട്ട് ഉള്ള പൊടി എല്ലാം ഇങ്ങനെ തലകണയിൽ തട്ടും. എന്നിട്ട് 2 ലൈനിലിട്ട് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വെക്കും. ഏത് ടീമിനാണോ കൂടുതൽ പൊടിയുള്ള ഫേസിൽ അവരായിരിക്കും വിന്നർ. തോക്കുന്ന ടീമിന് പണിയാണ് ഗൈസ്. തുടങ്ങിയാലോ? റെഡി? അതാണ് നമ്മള് കുറച്ച് വെറൈറ്റി. നമ്മൾ എപ്പോഴും വെറൈറ്റി ആണ് ഗൈസ്. തുടങ്ങിയാലോ? റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ പെട്ടെന്ന് അബിന്റെ ടീം എന്റെ ടീമിലായിട്ട് സ്പ്ലിറ്റ് ആവും. നിങ്ങള് എണ്ണം കറക്റ്റ് ആണോ നോക്കണം. നിങ്ങൾ എത്ര പേരുണ്ട്? 6. ഇവരില്ലേ, ഇവര് പറയാൻ ചെറുതായിട്ടൊന്ന് തൊട്ടിട്ട് പോട്ടാന്ന്. അപ്പൊ നിങ്ങളെല്ലാം റെഡി അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. പയ്യെ മതി. അവ ഫ്രണ്ട് കാണിക്കും, മോള് കാണിക്കും. എല്ലാം ആക്കണേ. അയ്യോ ഗൈസ്, ഇത് കണ്ടുപിടിക്കാൻ ആരായിരുന്നൊന്നും മനസ്സിലാവും. ഇതാണ് ഗെയിം സ്പിരിറ്റ്. കണ്ടേ? ഒന്നും ചെയ്യാത്ത നീയാണ്. ഓരോ ശ്വാസം എടുക്കുമ്പോ മൂക്കുന്ന പൊടിയാണ്. ബാബയ്ക്ക് മാത്രം നല്ലപോലെ ആയില്ല. അതെന്താ നിനക്ക് മാത്രം ഇതില്ല? ജപ്പാൻ, നിങ്ങൾ ചൈനയാ? ഉഗാണ്ട, അർജന്റീന. ഇവരാണ് വിന്നർ. ഇന്നത്തെ ഹോളി പരിപാടി തീർന്നു. അയ്യോ And the winner is എന്താ നമുക്ക് ഈ വെള്ളമൊക്കെ ഇവരെ നിങ്ങളുടെ ടീമിനെ റിജക്ട് ചെയ്തിരിക്കുന്നു. என்ன விளையாட்டு காட்டுறாங்க, எப்படி எல்லாம் ചോദിക്കறாங்க. നമ്മൾ ടീമിൽ 2 പേരെ വെച്ച് ചൂസ് ചെയ്യാൻ പോവാണ്. ഇവ രണ്ടുപേരും ചൂസ് ചെയ്യേ ഏത് ടീമാണ് ബെസ്റ്റ്. ഫസ്റ്റ് പറഞ്ഞോ. കാർ
ഞങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പറയാം. എല്ലാവരും നോക്കാം. കണ്ട ഇങ്ങോട്ട് കണ്ട അഭിനയ ചേച്ചി രണ്ട് ടീമിന്ന് മുതിർന്നവര് വരും കൊച്ചവരെ വിളിക്കട്ടെ നേടി കൊച്ചവരെ വിളിക്കട്ടെ ഇവര് പറയാ ആര് ജയിച്ചത്. അതായത് ഈ ഇരിക്കുന്ന ഇത് നോക്കിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ആനയും ഷെർലിയെ നോക്കുക മനസ്സിലാകുന്നില്ല ആളാരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആനയുടെ ടീമാണ് ജയിച്ചത്. ഇത് വളരെ കുറവാണ്. ഇപ്പോഴെങ്കിലും പ്രൈസ് തരുമോ? ഇതെല്ലാം നോക്കുക. ഈ ഫേസ് ഓക്കെ, പക്ഷെ ഇവിടെ ഒന്ന് ഇതാ ഇത് രണ്ട് രണ്ടുപേരും രണ്ട് ടീമിനെ പറഞ്ഞാൽ ശരിയാവല്ലോ. ഗൈസ് നമ്മൾ ഓർഡർ ഇട്ടിട്ടാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് ആര് ജയിച്ചെന്ന്. ഓക്കെ നമ്മൾ ഒരാളല്ല വയ്ക്കാൻ പോകുന്ന ടീമിലുള്ള എല്ലാവരും വയ്ക്കും ഗൈസ്. ഓക്കെ ഓടോ ഇവനോ? ഞങ്ങൾ ഓട്. അപ്പൊ ഞങ്ങൾ ഇവൻ. റെഡി 1 2 3 start. 1 4 4 3 7 7 3 10 12 15 18 19 20 22 24 26 28 32 42. ഒരു അടി കളകട്ടെ. 32 36 ഈ വര. അവരൊന്നും പറഞ്ഞു, ഞാൻ ഓടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവൻ അവരൊന്നും പറഞ്ഞു. മിണ്ടിയില്ല. ഗൈസ് ഞങ്ങൾ തോറ്റ്. അപ്പൊ ജയിച്ച ടീമിന് നമ്മൾ ആയുധം കൊടുക്കും ഗൈസ്. അവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഞങ്ങളെല്ലാം ഓടും, പക്ഷെ വിട്ടു കൊടുക്കത്തില്ല ഗൈസ്. നോക്കിക്കോ. അപ്പൊ എങ്ങനെ പ്ലാൻ ബി. Plan C also. And plan D. 1 2 3 start. It was at this moment that he knew he fucked up. നാണക്കേട് വല്ല ആവശ്യമുണ്ടോ? ഇവരെ ടീം പോയിട്ട് വാൽവ് തുറന്നു, ഞാൻ പോയി വാൽവ് അടച്ചു. എന്തോന്നാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ചൂട് സമയത്ത് മഴയിൽ കുളിക്കാൻ വേണ്ടിട്ടില്ലേ, മഴയെന്ന് ഓസി കുളിക്കാൻ വേണ്ടിട്ട് വൈബ് ഗൈസ്. ഭയങ്കര ചൂട്, വൈബ് ഗൈസ്.
മനസ്സിലായില്ലേ? വാരണാസിയിൽ പോയ പൂജാരി. ഇനി നമുക്ക് വാട്ടർ ബലൂൺ എടുത്ത് അടിക്കാം. എല്ലാവരും ഇപ്പൊ കളർഫുൾ ആയിട്ടിരിക്കണം. ഇതൊന്ന് കുളിപ്പിച്ചെടുക്കാം നമുക്ക്. ഇത് വലിയ ബലൂണാണ്. അപ്പൊ നമ്മൾ വലിയ വലിയ ഇത്രയായിട്ട് നിറയ്ക്കണം. എല്ലാം ഒരുമിച്ച് വെച്ചറിയാം. ഓടിക്കൊണ്ട് ഓടിയിട്ട് കയറി ഞങ്ങളുടെ സുരേഷ് ആളത്തെ ഷെർലി ആന്റി എവിടെ നേരെ കൊണ്ടറിയാം. Ready, 1, 2, 3. ഇത് എന്റെ മക്കൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ. എന്തോ പ്ലാൻ ആർക്കൊന്നും കൊള്ളുന്നില്ല. ഞാൻ അറിയുന്നത് അയ്യേ ചമ്മിപ്പോയേ ചമ്മി. അമ്മി വാതയുടെയൊക്കെ ചമ്മുന്നു. ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ച് പപ്പയ്ക്ക് നൈസായിട്ട് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവർ താണ്ട് അവിടെ ഇരിക്കണം. ഇതോടെ നോക്കി അമ്മ പറയും പപ്പ 65 എന്തോ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ 64. 65 ഡൗട്ടുണ്ട്. എനിക്ക്